കുളത്തൂപ്പുഴ ഓയിൽ ഫാമിലെ തീപിടുത്തം നിയന്ത്രണ വിധേയം. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച തീപിടുത്തം അർദ്ധരാത്രിയോടെയാണ് നിയന്ത്രണ വിധേയമായത്. വിവരങ്ങൾ നൽകാനായി ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, ഇന്നലെ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു ഈ ആളിപ്പടരുന്ന തീ. എത്ര മണിയോടുകൂടിയാണ് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്? ഹിമ, ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മണിയോട് കൂടിയാണ് ഈ കുളത്തുപുഴ കണ്ടഞ്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓയിൽ ഫാമിൽ ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ തീ പടരുന്നത്. അവിടെ കൂട്ടിയിട്ടിരുന്ന ഈ ഓയിൽ ഫാമിലെ മരങ്ങളുടെയൊക്കെ ഇലകളിലാണ് ആദ്യഘട്ടത്തിൽ തീ പടർന്നത്. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് ഇതൊരു വലിയ തീപിടുത്തമായി മാറിയത്. പിന്നീട് ഓയിൽ ഫാമിലെ തീപിടുത്തം, അവിടെ ഏക്കറുകളോളം ഭൂമിയാണ് കത്തി നശിച്ചത്. എണ്ണപ്പനകളൊക്കെ തന്നെ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയാണ് ഈ ഓയിൽ ഫാമിലുള്ളത്. അവിടെ നിന്നാണ് പിന്നീട് സമീപത്തുള്ള മാഞ്ചം പ്ലാന്റേഷനിലേക്ക് ഈ തീ പടർന്നത്. ആ സമയത്താണ് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായത്. കാരണം ഈ മാഞ്ചം പ്ലാന്റേഷൻ്റെ തൊട്ടടുത്തായി തന്നെ വലിയൊരു ജനവാസ മേഖലയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് ഒക്കെ തീ പടരുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. ഉടൻ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് അങ്ങോട്ടേക്ക് എത്തിച്ച് ഈ ജനവാസ മേഖലയിലേക്ക് തീ പടരുന്നതൊക്കെ തന്നെ തടയാൻ സാധിച്ചു. പിന്നീടാണ് രാത്രി ഏകദേശം ഒരു 10:30 മണിയോടുകൂടി ഈ അവിടുത്തെ തീപിടുത്തം, ഈ ഓയിൽ ഫാമിലെ കണ്ടഞ്ചർ ഓയിൽ ഫാമിലെ തീപിടുത്തമൊക്കെ തന്നെ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായത്. പിന്നീടും രാത്രി ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടെ ഇവിടെയും ഉണ്ടായിരുന്ന ഈ കനലൊക്കെ തന്നെ വീണ്ടും തീ പിടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും രാവിലെയോടുകൂടി ഇപ്പോൾ തീ എന്തായിരുന്നാലും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തീപിടുത്തം ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം ഈ ഓയിൽ ഫാമിലെ ജീവനക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം വനംവകുപ്പിൻ്റെയും പ്രത്യേകിച്ച് ഈ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹിമ, ജിബിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീ എങ്ങനെ പിടിച്ചു എന്നത് സംബന്ധിച്ച് വലിയ സംശയം ആ നാട്ടുകാർക്കുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അവരത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷവും ഇതേ സമയം തീപിടുത്തം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഹിമ, കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ ഈ കണ്ടഞ്ചിറയിലെ കുളത്തുപുഴ കണ്ടഞ്ചിറ ഓയിൽ ഫാമിൽ തീപിടുത്തം ഉണ്ടായി എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഇത് ഏക്കറോളം, പ്രത്യേകിച്ച് ഹെക്ടറോളം ഭൂമിയുള്ള ഒരു പ്ലാന്റേഷനാണ്, ഈ ഓയിൽ ഫാമിൻ്റെ പ്ലാന്റേഷനാണ്. അവിടെ ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരം ആ ഒരു വിസ്തീർണത്തിലുള്ള ഏരിയ മുഴുവൻ ഈ ഒരു ഓയിൽ ഫാമും അതിൻ്റെ എണ്ണപ്പനകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ മറ്റ് പുറത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ തന്നെ അങ്ങോട്ടേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉള്ളിൽ തന്നെ ഉള്ള ആരെങ്കിലും അല്ലെങ്കിൽ പുറത്തു നിന്ന് എത്തി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. പക്ഷേ ഏറെ നേരം ആശങ്കയുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. കാരണം ഏക്കറുകളോളം പ്ലാന്റേഷൻ കത്തി നശിച്ചു. ഇതിന് പിന്നാലെ സമീപത്തുള്ള മാഞ്ചിൻ പ്ലാന്റേഷനിലേക്ക് കൂടി തീ പടർന്നത് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായി. കാരണം നേരത്തെ പറഞ്ഞ പോലെ ജനവാസ മേഖലയുണ്ട്, കൃഷിത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ തന്നെ തീ പടരുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. ഏകദേശം ഒരു 8-8.5 മണിക്കൂറോളം നീണ്ടു നിന്ന ആശങ്കയ്ക്കാണ് രാത്രി ഒരു 10 മണിയോടുകൂടി ഒരു പര്യവസാനം ഉണ്ടായിരിക്കുന്നത്. കാരണം തീ പൂർണ്ണമായി തന്നെ നിയന്ത്രിക്കാൻ അവിടെ എത്തിയ ഫയർഫോഴ്സിന് സാധിച്ചു. കാരണം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിയെങ്കിൽ പോലും അവർക്ക് ഈ പ്ലാന്റേഷനകത്തേക്കും പ്രത്യേകിച്ച് ഈ മാഞ്ചം പ്ലാന്റേഷൻ്റെയൊക്കെ അകത്ത് കയറുന്നതിന് വലിയ രീതിയിലുള്ള പരിമിതി ഉണ്ടായിരുന്നു. കാരണം അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമില്ലായിരുന്നു. കാരണം വലിയ വനമാണ്, മാഞ്ചം പ്ലാന്റേഷനാണ്, വാഹനങ്ങൾക്കൊന്നും കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആശങ്കയൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിനുണ്ടായിരുന്നു. പക്ഷേ എന്നായിരുന്നാലും അവർ ഈ ജനവാസ മേഖലയിലേക്ക് തീ പടരുന്നത് പൂർണ്ണമായി തീ അങ്ങോട്ടേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. അവിടെ പൂർണ്ണമായ ആ ഒരു വഴി അടച്ചുകൊണ്ടുള്ള ഒരു പരിശ്രമം എന്തായിരുന്നാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതാണ് വിജയം കണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഏകദേശം 8-8.5 മണിക്കൂർ നീണ്ടു നിന്ന ആശങ്കയ്ക്ക് എന്തായാലും ഒരു പര്യവസാനം ഉണ്ടായിരിക്കുകയാണ്. ഹിമ, ശരി. കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ ഫാമിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച തീപിടുത്തം അർദ്ധരാത്രിയോടെ മാത്രമാണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്.